ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. അമിത്ഷാ, നിങ്ങളെ ഓർത്ത് രാജ്യത്തെ ജനങ്ങൾ നാണം കെട്ട് തലതാഴ്ത്തി പോവുകയാണ്. കാരണം നിങ്ങളെന്ന BJP-ക്കാരനെ ഓർത്തല്ല, നിങ്ങൾ വഹിക്കുന്ന ആഭ്യന്തരമന്ത്രി എന്ന രാജ്യത്തെ പരമോന്നത സ്ഥാനത്തെ ഓർത്താണ്. ഇങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും. പച്ചക്കള്ളമല്ലേ അമിത്ഷാ നിങ്ങൾ വിളിച്ചു പറഞ്ഞതാ? ഡൽഹിയിലെ വിദ്യാർത്ഥികളെ പോലീസുകാർ ക്യാമ്പസിനകത്ത് കയറി, അതും അവരുടെ ലൈബ്രറിക്കകത്ത് വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്ന് രാജ്യത്തെ ജനങ്ങളും ജാമിയ മിലിയ ഇസ്ലാമിയയിലെ വിദ്യാർത്ഥികളും ഒന്നടങ്കം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് നിങ്ങളുടെ പോലീസും അതേ വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യം എന്താണ് അമിത്ഷാ വിളിച്ചു പറയുന്നുള്ളത്? നിരപരാധികളായ സ്വന്തം കോളേജിന്റെ ക്യാമ്പസിനകത്തുള്ള ലൈബ്രറിക്കകത്ത് പുസ്തകങ്ങൾ വായിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ഡൽഹി പോലീസിന്റെ RSS മുഖമാണ് ഇന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. 2019 ഡിസംബർ 15-നുള്ള ദൃശ്യമാണ് അമിത്ഷാ അത്. അന്ന് നിങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ പോലീസ് അങ്ങനെയൊരു ക്രൂര കൃത്യം ചെയ്യില്ല എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളത് മാറ്റി പറയുമോ? ഡൽഹി പോലീസ് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അതിലൊരു വിദ്യാർത്ഥി ഞങ്ങളിവിടെ പുസ്തകങ്ങൾ വായിച്ചിരിക്കുകയാണ് എന്ന് കാണിച്ച് പുസ്തകം ഉയർത്തി കാണിക്കുന്നുണ്ട് ലാത്തിക്ക് മുൻപിൽ. പക്ഷേ ആ പോലീസുകാരൻ പുസ്തകത്തെ തട്ടി താഴെയിട്ടിട്ട് ആ വിദ്യാർത്ഥിയെ ആക്രമിക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക എന്താണ് ഈ രാജ്യത്തിന്റെ അവസ്ഥയെന്ന്. ദൃശ്യം കാണാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.